شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ ഖിയാമയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 35 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി 36 മുതൽ പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ആയത്താണിത്. ഒരർത്ഥത്തിൽ നമ്മളെ ബേജാറാക്കുന്ന ആയത്താണിത്. അങ്ങനെ അങ്ങോട്ട് ഓതിപ്പോകാൻ കഴിയാത്ത ആയത്താണിത്. ഇരുന്ന് ചിന്തിക്കേണ്ട ആയത്താണിത്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ അങ്ങ് വിടപ്പെടുമെന്ന്? ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരാൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എന്ത് ബേജാറ്? അന്ന ഞാൻ വെറുതെ വിടലോട്ടോ എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ എന്ത് ബേജാറാണ് നമുക്ക്? ഇത് സാക്ഷാൽ അള്ളാഹുവാണ് പറയുന്നത്. മനുഷ്യ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ വിടുന്നു? അയഹ്സബു വിചാരിക്കുന്നുണ്ടോ? അൽ ഇൻസാനു മനുഷ്യൻ അൻ യുത്രക അവൻ ഒഴിവാക്കപ്പെടുമെന്ന്. സുദൻ വെറുതെ അങ്ങ് അവൻ ഒഴിവാക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം വേണ്ട. ഹസിബ യഹ്സബു എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു അല്ലെ, കരുതുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ. അൽ ഇൻസാൻ അവിടൊക്കെ തജ്വീദ് ശ്രദ്ധിക്കണേ. അൽ ഇൻസാൻ സാക്കിനാനൂൻ അൽ ഇൻസ ഇഖ്ഫ ആണല്ലോ ഹുക്ം അല്ലേ, മറച്ചു മണിക്കണം. അൽ ഇൻസാൻ അയ്യു അവിടെ സാക്കിനാനൂൻ യാ വന്നു. ഇദ്ഗാമാണ് അല്ലേ, ഇദ്ഗാമും ബിഗുന്ന മണിച്ച് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. അയ്യുത്രക അയ്യു അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അൻ യുത്രക ഒഴിവാക്കപ്പെടുമെന്ന്. തറക്ക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി എന്നാണ്. അതിന് മജ്ഹൂലായ സിഗ യത്രുക്കു ഒഴിവാക്കും, യുത്രക്കു ഒഴിവാക്കപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ മനുഷ്യൻ? സുദൻ വെറുതെ അങ്ങ് ഒഴിവാക്കപ്പെടുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? ഒരു ഫായിദയില്ലാതെ, അല്ലെങ്കിൽ വെറുതെ എന്നൊക്കെ പറയില്ല, അതിനാണ് നമ്മൾ സുദൻ എന്ന് ഉപയോഗിക്കുക. അർലുൻ സുദ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ഫായിദയില്ലാത്ത, എന്ത് നട്ടാലും മുളക്കാത്ത, അല്ലെങ്കിൽ എന്താണ് പറയുക, ആൾപ്പാർപ്പില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത ഭൂമിക്കാണ് അങ്ങനെ പറയാം. വെറുതെ കിടക്കണ ഭൂമി നമ്മൾ പറയില്ലേ, വെറുതെ കിടക്കണ ഭൂമി എന്ന്. അല്ലെങ്കിൽ ദഹബ കലാമുഹു സുദൻ എന്ന് പറയും. ഓൻ്റെ കലാമ്, ഓൻ്റെ സംസാരം വെറുതെ ആയിപ്പോയി. ഒരു ഫായിദയില്ലാത്ത സംസാരം സംസാരിക്കുന്ന ആളുണ്ടാവില്ലേ, വെറുതെ ഇങ്ങനെ ദഹബ കലാമുഹു സുദൻ, ഓനാ പറഞ്ഞതൊക്കെ വെറുതെ ആയിന്ന്. ഇതിനൊക്കെയാണ് സുദൻ എന്ന പദം ഉപയോഗിക്കുക. അതേപോലെ തന്നെ ദഹബ അമലുഹു സുദൻ എന്ന് പറയും. ഓൻ്റെ പണി വെറുതെ ആയിപ്പോയി, അമല് വെറുതെ ആയിപ്പോയി, ഒരു ഫായിദയില്ലാത്തതായിപ്പോയി. അപ്പോൾ സുദൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. വെറുതെ അങ്ങ് മനുഷ്യന് വിടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ ബാസിനെ നിഷേധിക്കുന്ന, പുനർജന്മം നിഷേധിക്കുന്ന, ദുന്യാവിലെ ജീവിതം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അറമാദിച്ച് അഹങ്കരിച്ച് നടക്കുന്ന, സത്യവിശ്വാസം സ്വീകരിക്കാത്ത ഈ കാഫിരീങ്ങൾ ആളുകൾ അവർ വിചാരിക്കുന്നുണ്ടോ വെറുതെ അവരാണ് വിടുന്നു? വിചാരണ ശിക്ഷ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം വേണ്ട. അള്ളാഹു മനുഷ്യനെ ഈ ലോകത്തും വെറുതെ വിടൂല, മരണശേഷവും വെറുതെ വിടൂല. ഈ ലോകത്ത് വെറുതെ വിടില്ല എന്ന് പറയാൻ കാരണം, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ചില ശാസനകൾ, ചില കൽപ്പനകൾ മനുഷ്യൻ അംഗീകരിച്ച് നടക്കേണ്ടതുണ്ട്. തോന്നിയ പോലെ നടക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ വെറുതെ വിടില്ല എന്ന് പറയാൻ കാരണം. അങ്ങനെ അല്ലാതെ തന്നിഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ, അങ്ങനെ ജീവിക്കാൻ അള്ളാഹുത്തിന് അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ പറ്റൂല, ആർക്കും പറ്റൂല. അള്ളാഹു പറഞ്ഞതനുസരിച്ച് നടക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വെച്ച് സ്വീകരിച്ച വിശ്വാസ കർമ്മങ്ങൾക്ക്, നിലപാടുകൾക്ക്, ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക്, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, മരണാനന്തരം പ്രതിഫലം നൽകാതെയും അള്ളാഹു തആല വെറുതെ വിടൂല. അപ്പൊ ഇവിടെ പഠിച്ചോൻ പറഞ്ഞനുസരിച്ച് ജീവിക്കണം, തന്നിഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ അള്ളാഹു തആല വെറുതെ വിടൂല. ഇനി ഇവിടെ ജീവിച്ചതിനനുസരിച്ച് മരണത്തിന് ശേഷം പ്രതിഫലം നൽകും. ആ പ്രതിഫലം നൽകാതെ റബ്ബ് വിടൂല. അപ്പൊ അവിടെയും നമ്മളെ വെറുതെ വിടൂല എന്നർത്ഥം.
ഇവിടെയും വിടില്ല, അവിടെയും വിടില്ല. വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുവോ എന്ന ചോദ്യത്തിന്റെ താല്പര്യം എന്താ? പല ആളുകൾക്കും അങ്ങനെ ഒരു വിചാരം ഉണ്ട് എന്നല്ലേ? അല്ലെ, അങ്ങനെ ഒരു വിചാരം ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ വെറുതെ വിടുന്നു വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണത്. അപ്പോൾ പല ആളുകൾക്കും അങ്ങനെ വിചാരം ഉണ്ടായിരുന്നു എന്നാണ്. അള്ളാഹ് നമ്മൾ വെറുതെ വിട്ടോളും. ഈ പിടികൂടിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ട് റെക്കമെൻഡേഷനൊക്കെ നടത്തിയിട്ട് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്നാഗ്രഹിച്ചിരുന്ന ആളുകൾ വരെയുണ്ട്. അങ്ങനെ രക്ഷപ്പെടാൻ വ്യാമോഹിക്കുന്ന ആളുകളുണ്ട്. അബൂലഹബിനെ കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞല്ലോ, മുമ്പും പറഞ്ഞിട്ടുണ്ട്. അബൂലഹബ് അല്ലേ, അബൂലഹബ് പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ മുഹമ്മദ് പറയുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റബ്ബ് ഉണ്ടെങ്കിൽ അള്ളാഹു ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ അവിടെ ചെന്നിട്ടിൻ്റെ അത് കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ ഞാനത് കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെടുമെന്ന്. അപ്പോൾ എന്താ പറയുക, വെറുതെ അങ്ങ് അവിടുന്ന് വിടുന്ന വിചാരിക്കണ കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന്. അങ്ങനെ വിചാരിക്കണ്ട എന്നാണ് അള്ളാഹു തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. തൊട്ട് മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബൂജഹലിന്റെ കഥ പറഞ്ഞില്ലേ, മാ തസ്തതിഉ അൻ തറ റബ്ബക ലീ ശൈഅ, നിനക്കോ നിന്റെ റബ്ബിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ ഈ ഒരു തോന്നലാണ്. എന്നെ വെറുതെ വിടും, അല്ലെങ്കിൽ ഇന്നൊന്നും പർസനൊന്നും ചെയ്യാൻ കഴിയില്ല, നിനക്കോ നിന്റെ റബ്ബിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് വെല്ലുവിളിയപ്പോൾ അതൊക്കെ. അല്ലാഹു തആല മറുപടി, ചുട്ട മറുപടിയാണ് കൊടുക്കണം. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ. വെറുതെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു നിങ്ങൾ തോന്നുന്നുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ വേറെയും ഒരുപാട് സ്ഥലത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ വിടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ എന്നാണ് ഇവിടെ ചോദിച്ചത്. വേറെ സ്ഥലത്ത് ചോദിച്ചാൽ എന്താ, നിങ്ങൾ വെറുതെ പടച്ചതാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോന്ന്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. നിങ്ങൾ വെറുതെ പടച്ചതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരികയില്ല, നിങ്ങൾ വെറുതെ പടച്ചതാണ് എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സൂറത്തുൽ മുഅ്മിനൂനയിലെ 115-ലും 116-ലും നോക്കിയാൽ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ നമ്മൾ വെറുതെ പടച്ചതാണ് എന്നും എൻ്റെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങി വരൂല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോദിച്ചതുപോലെ നിങ്ങൾ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലേ? ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച വലിയൊരു പരസ്യപ്പലകയാണ് ഈ ചോദ്യങ്ങൾ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തും സൂറത്തുൽ മുഅ്മിനൂനിലെ ഇപ്പോൾ നമ്മൾ ഓതി വെച്ച ആയത്തും അള്ളാഹു മനുഷ്യന് മുമ്പിൽ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുള്ള ഒരു പരസ്യപ്പലകയാണിത്. ഈ പരസ്യപ്പലക അതിങ്ങനെ കണ്ടാൽ എപ്പോഴും മനുഷ്യനിങ്ങനെ അതിങ്ങനെ കാണണം. വെറുതെ വിടൂല എന്ന ചിന്ത മനുഷ്യനുണ്ടാവണം. ഇതിങ്ങനെ ഒരു പരസ്യമാക്കി അള്ളാഹു വെച്ചൊരു പലക പോലെ നമ്മൾ കാണണം. ഹേ മനുഷ്യ സമൂഹമേ, എന്താണ് നിങ്ങളുടെ ഭാവം? നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരം. എത്ര ചിന്തോദ്ദീപകമായ ചോദ്യമാണിത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പരസ്യപ്പലകയാണ് എന്നൊക്കെ പറയാം, ഒരു അഡ്വർടൈസ്മെൻറ്റ് ബോർഡാണ് നമ്മൾ പറയാൻ കാരണം അതാണ്. ഇതിങ്ങനെ മനുഷ്യന് മുമ്പിൽ കാണണം എപ്പോഴും. സുബ്ഹാനല്ലാഹ്. അന്ത്യനാളിലെ ഭയാനകമായ രംഗങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ആവും ഇങ്ങനെയാന്നൊക്കെ ഈ സൂറത്തിൽ നമ്മൾ പറഞ്ഞു, വേറെയും ഒരുപാട് സൂറത്തിൽ പറഞ്ഞു. അതൊക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു തആല എന്താണ് പറയുക, ആ ഖിയാമത്ത് നാൾ വരാനുണ്ട് എന്നതിൻ്റെ തെളിവുകളായിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അന്ത്യനാൾ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നില്ല എങ്കിൽ അനുസരണശാലിയായ ഒരു മനുഷ്യനും കുറ്റവാളിയായ ഒരു മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് വരൂലേ? നീതിമാന്മാരായ ആളുകളും സത്യസന്ധരുമായ മനുഷ്യരും കപടന്മാരും തെമ്മാടികളുമായ മഹാപാപികളും മരിച്ച് മണ്ണടിയുന്നതോടെ എല്ലാം അവസാനിക്കുന്നു എന്നാണെങ്കിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പും സംവിധാനവും ഒക്കെ നിരർത്ഥകമല്ലേ, വെറുതെയല്ലേ? പിന്നെ അതിനെന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകളും മരിച്ച് മണ്ണടിഞ്ഞു പോവുകയാണ്, ഇവിടെ താൻ തോന്നിയപ്പോൾ ജീവിക്കുന്ന ആളുകളും മരിച്ച് മണ്ണടിഞ്ഞു പോവുകയാണ്. പിന്നെ ഇപ്പം എന്താ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം? അപ്പോൾ അവിടെ തന്നെ മനസ്സിലായി നിങ്ങളെ വെറുതെ പഠിച്ചതല്ല എന്ന്. നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കും വേണ്ട. തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ ഉണ്ടാവും, നന്മ ചെയ്ത ആളുകൾക്ക് നന്മ കൊടുക്കും. അതിനാണ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ ഉണ്ടാക്കിയത്, അതിനാണ് മഹ്ശർ സംവിധാനിച്ചത് എന്ന് സ്ഥാപിക്കുകയാണ് ഈ ചോദ്യങ്ങളിലൂടെ അല്ലാഹു തആല ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടരും മരിച്ച് അങ്ങനെയാണ് മണ്ണടിഞ്ഞു പോയി, അങ്ങനെയാണ് ലോകം അവസാനിക്കുക. അത് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ മനുഷ്യ സഞ്ചയം വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. വ്യക്തവും യുക്തവുമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആ സൃഷ്ടിയുടെ പിന്നിലുണ്ട്. അത് സാക്ഷാത്കരിക്കുന്നതിൽ ആര് ജയിച്ചോ അല്ലെങ്കിൽ ആര് പരാജയപ്പെട്ടോ ഇതിനനുസരിച്ച് ജയപരാജയങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. ആ ഒരു വ്യവസ്ഥതയുണ്ട്. അതാണ് ഖിയാമത്ത് നാൾ. അപ്പോൾ അല്ലാഹു നമ്മൾ ഒരിക്കലും വെറുതെ പഠിച്ചതല്ല, നമ്മൾ വെറുതെ വിടില്ല. ഇത് രണ്ടും നമ്മൾ ചേർത്ത് പഠിക്കണം. സുബ്ഹാനല്ലാഹ്.
ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന് മണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നത് വരെ അതിൻ്റെ ഇടയിലുള്ള ആ ജീവിതം, അത് കളിയും തമാശയും അഹങ്കാരവും അഹംഭാവവും ഒക്കെ ആക്കി ഇങ്ങനെ കൊണ്ടു നടക്കാതെ അതിൽ കാര്യം കാണേണ്ട ആളുകളാണ് നമ്മൾ വലിയൊരു ദൗത്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. വലിയൊരു ശരീഅത്ത് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. വലിയൊരു അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട ആളാണ് നമ്മൾ. ഏതാണ് അമാനത്ത്? നമ്മുടെ ശരീഅത്താണ്. അല്ലാഹു തആല നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ജീവിക്കാൻ ഒരു ശിർഅത്തൻ വ മിൻഹാജൻ, ഒരു ജീവിത പദ്ധതിയും ശൈലിയും തന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. അത് കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിച്ച് തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും, അല്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടും. വെറുതെ കൂടും എന്ന് വിചാരണ വേണ്ട, എന്നൊരു ധാരണ വേണ്ട. സൂറത്തുൽ അഹ്സാബിൽ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ആയത്ത് വളരെ ശ്രദ്ധേയമാണ് അല്ലേ? മനുഷ്യൻ വെറുതെ പടക്കപ്പെട്ടവനല്ല. അതുകൊണ്ട് തന്നെയാണ് അമാനത്ത്, ഏറ്റവും വലിയ അമാനത്ത് പർവ്വതങ്ങളും പിന്നെ ഭൂമികളുമൊക്കെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച വലിയൊരു അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തത്. അവനത് കൃത്യമായി കൊണ്ടു നടക്കേണ്ട ആളാണ്, അതിനനുസരിച്ച് അവൻ ജീവിക്കേണ്ട ആളാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ ആ വിശ്വസ്ത ദൗത്യത്തിന്റെ നിർവഹണ ചുമതല നാം അവതരിപ്പിച്ചു. എന്നാൽ ആകാശങ്ങളും ഭൂമിയുമൊക്കെ അതിനെപ്പറ്റി അവ ഭയപ്പെടുകയും ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയുമാണ് ഉണ്ടായത്. പക്ഷേ മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യൻ വലിയ അതിക്രമിയും വിവേകശൂന്യനുമായിരിക്കുന്നു. അപ്പോൾ ആ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരാളുടെ പക്കൽ സൂക്ഷിക്കാനായി കൊടുക്കുന്ന സാധനത്തിനാണല്ലോ അമാനത്ത് എന്ന് പറയാം, സൂക്ഷിപ്പ് വസ്തു എന്ന് പറയുക. ഇവിടെ എന്താണ് ഉദ്ദേശം? ഈ ആയത്തിൽ എന്താണ് അമാനത്ത് എന്നുള്ള ഉദ്ദേശം? മതശാസനകൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ. ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ അതിൽ അമാനത്തായി കൃത്യമായി സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് മനുഷ്യൻ. അത് മനുഷ്യന് തരുന്നതിന് മുമ്പേ പർവ്വതങ്ങളോടും ഭൂമികളോടും അല്ലാഹു തആല ഏറ്റെടുക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാട്ടോ. ശരീഅത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അത്രയും ഘനമുള്ള വലിയ സൃഷ്ടികളുടെ മുമ്പിൽ ഞാനത് വെച്ചിട്ട് അവരത് ഏറ്റെടുത്തില്ല. ചെറിയ സൃഷ്ടിയാ മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. ഈ ശരീഅത്ത് വ്യവസ്ഥകളുടെ ഗൗരവവും പ്രാധാന്യവും വ്യക്തമാക്കുകയാണ് അല്ലാഹു തആല ഈ ഉദാഹരണത്തിലൂടെ. ആകാശഭൂമികളും മലകളും വരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ഭയന്ന് പിൻവാങ്ങി. ആകാശങ്ങളും ഭൂമികളുമൊക്കെ വലിയ സൃഷ്ടികളാണെങ്കിലും അവയുടെ പ്രകൃതി സ്വഭാവം ഈ ഒരു ശരീഅത്ത് ഏറ്റെടുക്കാൻ പറ്റിയതല്ല. എന്നാൽ അവയെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു ജീവിയായ മനുഷ്യൻ, അവൻ്റെ പ്രകൃതി വേറെ തന്നെയാണ്. എന്താ വേറെ തന്നെയാണെന്ന് പറയാൻ കാരണം? അവന് വിശേഷ ബുദ്ധിയുണ്ട്, വിവേചന ശക്തിയുണ്ട്. ഇതൊന്നും മലകൾക്കോ ഭൂമികൾക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ അമാനത്ത് ഏറ്റുവാങ്ങുവാൻ കഴിവും അർഹതയും മനുഷ്യന് തന്നെയാണ്. അങ്ങനെയാണ് പ്രസ്തുത സൂക്ഷിപ്പ് മുതൽ, അതായത് ശരീഅത്ത് നിയമസംഹിതകൾ അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചത്. മനുഷ്യനത് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഒരു ഉദാഹരണ രൂപത്തിലുള്ള ഒരു വിവരണമാണ് ഈ യാത്രയുള്ള അല്ലാഹു തആല നൽകിയത്. അപ്പോൾ നമ്മൾ വെറുതെ പടച്ചു വിട്ട ആളുകളല്ല, വെറുതെ പടച്ചുവിടപ്പെട്ട ആളുകൾ നമ്മൾ. ശരീഅത്ത് എന്ന വലിയ ഭാരമുള്ള ഒരു സംഗതി ഏൽപ്പിച്ച് അല്ലാഹു തആല വിട്ടതാണ് നമ്മൾ. വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ എന്ന ആയത്ത് ശ്രദ്ധിക്കണം. വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ. ആ വഅശ്ഫഖ്ന മിൻഹാ, മലകളും ഭൂമികളും ഇതിനെ പേടിച്ചു എന്നാണ്. ഈ അമാനത്തിന്റെ ഗൗരവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വഹമലഹൽ ഇൻസാൻ, മനുഷ്യനെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ വിവേചന ബുദ്ധിയും വിശേഷ ബുദ്ധിയും ഉള്ള ആ ഒരു പ്രകൃതി ഉള്ളത് കൊണ്ട് അവൻ അതിനെ ഏറ്റെടുത്തു. ഇതാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം. വേറെയും വ്യാഖ്യാനങ്ങൾ ഈ ആയത്തിനുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അമാനത്തെ ഏറ്റെടുക്കുക വഴി വമ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് മനുഷ്യരായ നമ്മളിൽ അർപ്പിതമായിട്ടുള്ളത്. അത് ശരിക്കും നിറവേറ്റുന്ന പക്ഷം നമ്മൾ സൗഭാഗ്യവാന്മാരായി മാറും. പക്ഷേ മനുഷ്യൻ്റെ പൊതുവായ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവൻ വലിയ അതിക്രമം കാണിക്കുന്ന ആളാണ്, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്ന ആളാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ശരിയായി ചിന്തിക്കാതെ എടുത്തുചാടി പലതും ചെയ്യുന്ന ആളാണ്. അവൻ പല ദുഷ്പ്രേരണകൾക്കും താൽക്കാലികമായ ചില മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി
വികാരങ്ങൾക്കൊക്കെ വിധേയനായി പല തെറ്റുകളും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ പല അനീതിയും തെറ്റുകളും ഈ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് അല്ലാഹു തആല അവസാനം പറഞ്ഞത്, ഇന്നഹു കാന സലൂമൻ ജഹൂല, മനുഷ്യൻ അതിക്രമകാരിയാണ്, വിവരദോഷിയാണ്, വിഡ്ഢിത്തം ചെയ്യുന്നവനാണ് എന്നൊക്കെ. ഏതായാലും ഇതൊക്കെ തരണം ചെയ്ത് ഇത്തരം ദേഹേച്ഛകളെയും സ്വന്തം താല്പര്യങ്ങളെയും മോഹങ്ങളെയും ദുഷ്പ്രേരണകളെയും അനീതിയെയും ഒക്കെ തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള മാർഗം മനുഷ്യന്റെ കയ്യിൽ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. സന്മാർഗവും ദുർമാർഗവും തിരിച്ചറിയാനുള്ള ബുദ്ധിയും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥ വിജയത്തിലേക്ക് എത്താനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രവാചകന്മാർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വശത്ത് വലിയ നരകത്തിലേക്ക് കൊണ്ടെത്തിച്ച് കളയുന്ന ദുഷ്പ്രേരണകളുണ്ട്, മറുവശത്ത് മഹാഭാഗ്യത്തിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്ന സൽപ്രേരണകളുണ്ട്. ഇത് ഏതെടുക്കണം എന്ന് അവന് കൊടുക്കാനുള്ള ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലാണ് മനുഷ്യനുള്ളത്. ഈ പരീക്ഷണമാണ് അമാനത്ത് അവനെ ഏൽപ്പിച്ചതിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ അവനെ പരീക്ഷിക്കാനാണ് ഈ അമാനത്ത് അവനെ ഏൽപ്പിച്ചത്. ശരീഅത്ത് നിയമസംഹിതകൾ കൊടുത്തിട്ട് നേരെ പോകുന്നുണ്ടോ നേരെ വരുന്നുണ്ടോ അതല്ല കേട് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക, എന്ന് പരീക്ഷിക്കുക, അവനെ ടെസ്റ്റ് ചെയ്യുക. അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്ന് ഇതിൻ്റെ അവസാനം നമുക്ക് കൺക്ലൂഷനായി മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു തആല വലിയ ഒരു അമാനത്ത് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച് ആ ഒരു അമാനത്ത് ശരിക്ക് കൊണ്ടു നടക്കേണ്ട ആളുകളാണ് നമ്മൾ. മുഴുസമയം ഇബാദത്തുകളായി ആ അമാനത്ത് നിറവേറ്റേണ്ടവരാണ് നമ്മൾ, വെറുതെ ഇരിക്കേണ്ട ആളുകളല്ല. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സംബന്ധമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.